പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പാർട്ടി ഓഫീസുകൾക്ക് അടുത്ത് കൂടെ പോകാൻ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾ വല്ല ഹെൽമെറ്റോ പടച്ചട്ടോ ഒക്കെ ധരിച്ചിട്ട് പോണതായിരിക്കും നല്ലത്. അല്ല, ആരോഗ്യത്തിന് നല്ലത് അതാണെന്ന് പറയായിരുന്നു. മലപ്പുറത്തെ എടയൂർ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനാണ് ആ കണ്ടത്. UDF വളരെ എനർജറ്റിക് ആയിട്ടാണ് തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയതെന്ന് പറഞ്ഞപ്പോ ഇത്രയും എനർജി പ്രതീക്ഷിച്ചില്ല. അല്ല, കസേരയൊക്കെ ഇങ്ങനെ പറന്ന് നടക്കായിരുന്നില്ലേ? മലപ്പുറത്ത് നിന്ന് നമ്മൾ നേരെ പോണത് കോഴിക്കോടിക്കാണ്. പേടിക്കണ്ട, കോഴിക്കോട് DCC ഓഫീസിൽ അടിയൊന്നും നമ്മൾ കാണിക്കില്ല. അതിൽ നിങ്ങളുടെ അന്വേഷണം നടക്കല്ലേ? അന്വേഷിച്ചോട്ടോ. ഇത് കോഴിക്കോട് കോർപ്പറേഷനിലെ നിങ്ങളുടെ കുത്തകയായിട്ടുള്ള ചാലപ്പുറം വാടിക്കാണ് നമ്മൾ പോണത്. കോൺഗ്രസിന്റെ കുത്തകയായിട്ട് നിങ്ങള് CMPക്ക് കൊടുത്തില്ലേ, അതേ ചാലപ്പുറം. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ഒരു പോസ്റ്റ് ഒട്ടിക്കാൻ പോലും പ്രവർത്തകനില്ലാത്ത ഒരു പാർട്ടിക്ക് കൊടുക്കണമെങ്കിൽ പണം വാങ്ങിയിട്ടല്ല പിന്നെ ഇങ്ങനെ ഇത് കൊടുക്കുന്നതെന്ന്. കാശിന് വേണ്ടേന്ന്. നമ്മുടെ കോൺഗ്രസിന് തദ്ദേശായാലും കേരളായാലും രാജ്യമായാലും ഇപ്പൊ വലിയ പിടിപാടൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് കാശിന്റെ കാര്യമുണ്ട്, നിങ്ങൾ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പ്ലീസ്. പലവരും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നീ ഇലക്ഷൻ കഴിഞ്ഞാൽ ഒന്നും ഇല്ലാതാവും. നേതാക്കൾ വിളിച്ച് ഭീഷണിപ്പെടുത്തുക. നീ അങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ ചെയ്യരുത്. എൻ്റെ കൂടെ നിൽക്കുന്ന പോയി പലവരെയും പല നേതാക്കളും ഭീഷണിപ്പെടുത്തുക. തദ്ദേശ തെരഞ്ഞെടുപ്പാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഭീഷണി വരുന്നത് അങ്ങനെയാണ്. ആ ലെവല് DCC KPCC ആ ഒരു ലെവല്. നിങ്ങൾ ശരിക്കും വേറെ ലെവൽ തന്നെ. ആഴ്ചയിലൊരു ദിവസം ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് തീരുമാനം. നല്ലൊരു കളക്റ്റീവ് ലീഡർഷിപ്പ് കോൺഗ്രസിൻ്റെ അകത്തുണ്ട്. അതെ, ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അല്ല, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണല്ലോ. അപ്പോൾ അവിടെ മുഖ്യമന്ത്രി കുപ്പായൊക്കെ ഇട്ട് കാത്തിരിക്കുന്നവരുടെ അവസ്ഥ എന്താ? അവർ ഡിസ്കഷനിലൊക്കെ ഉണ്ടോ? ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഒരാളും കോൺഗ്രസിൻ്റെ അകത്ത് മുഖ്യമന്ത്രി കുപ്പായിട്ട് ഇറങ്ങിയിട്ടില്ല. എല്ലാവരും സ്വയബോധ്യത്തോടുകൂടി ഞങ്ങളുടെ എല്ലാം എയിം ഇത് തിരിച്ചുകൊണ്ടില്ല. അവിടുന്ന് തെരഞ്ഞെടുപ്പായപ്പോ ഒന്നും അറിയാത്ത പോലെ KC വേണുഗോപാൽ കേരളത്തിൽ ആക്റ്റീവായത് അതേ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിക്കാനാണെന്നും അതിൽ നിങ്ങൾക്ക് നല്ല കുശുമ്പുണ്ടെന്നും ഇവിടെ നാട്ടിൽ പാട്ടല്ലേ? KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമാണ് ഇന്ന് നല്ല റെഡ് അലർട്ടാന്ന് പറയുന്നത് അല്ലേ? നോക്കണം, മഴ പെയ്യുന്നു. ബൈ നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറുന്നു. ഇനി നമുക്ക് LDFിലേക്ക് ഒന്ന് പോയി നോക്കാം. അവിടെ ജാതിയുടെയും മതത്തിന്റെയും ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് അവർ പച്ച മനുഷ്യരായി വോട്ട് തേടുകയാണ് സുഹൃത്തുക്കളെ. ഈ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് പ്രത്യേകിച്ചും കഴക്കൂട്ടത്തിനകത്ത് ഒരു ജാതി സമവാക്യമുണ്ട്. ഈ കടകംപള്ളിയുടെ ഭയങ്കരമായിട്ടുള്ള അപ്രമാദിത്വമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനില് ജാതിയും പണമാണ് മെയിൻ. ആ മെയിൻ ഘടകങ്ങളാണ് സ്ഥാനാർത്ഥിനെ തീരുമാനിക്കുന്നത്. ആ സ്ഥാനാർത്ഥിനെ തീരുമാനിക്കുന്നത് കടകംപള്ളി സഖാവും എന്നാണ് ആരോപണം. അപ്പോൾ അവർക്ക് പണമുണ്ട്. പണവും ജാതി ഈ പാർട്ടിക്കകത്ത് വലിയ ഘടകമാണ്. മനുഷ്യനാകണം. ഇനി നമുക്ക് തിരുവനന്തപുരത്ത് വഞ്ചിയൂരിലേക്ക് ഒന്ന് പോയാലോ? അവിടെ സ്ഥാനാർത്ഥിയായ സഖാവിന് 2 പേര്. ഇലക്ഷന് മുമ്പ് പേര് P ബാബു, ഇലക്ഷൻ ആയപ്പോ ഫ്ലെക്സിൽ പേര് ശങ്കരൻകുട്ടി നായർ. ബാബുട്ടും പെട്ടെന്ന് ശങ്കരൻകുട്ടി നായരാവുന്നു. ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? മനുഷ്യനാകണം. കേരളം നല്ല വകതിരിവോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം വേർതിരിച്ച് തന്നെ മനസ്സിലാക്കി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, നമ്മുടെ ജിമാരൊക്കെ എന്തേ? ആരെയും കാണുമാനില്ലല്ലോ. തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് പിടിക്കാനുള്ള തന്ത്രങ്ങൾ തന്നെയാണല്ലേ? എത്ര സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അല്ല, നമ്മളിങ്ങനെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ പറയായിരുന്നേ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഈ ഭരണത്തിന്റെ വിലയിരുത്തലാവുന്നൊക്കെ. അപ്പൊ ഇങ്ങടെ പിടി കേന്ദ്രത്തിലാണല്ലോ. അപ്പൊ കേന്ദ്രം എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉത്തരേന്ത്യയെ കുറിച്ച് സംസാരിക്കാം. ഉത്തരേന്ത്യയിലൊക്കെ സ്വയം പൊട്ടിത്തെറിച്ച് കാർ സ്വയം ആത്മഹത്യ ചെയ്യുന്ന ചില പ്രത്യേകതരം പ്രവണതകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ ഒരു അവസരത്തിൽ അതിനെ കുറിച്ച് വേണമെങ്കിൽ 2 വാക്ക് സംസാരിച്ചോളൂ. അല്ല, സുരക്ഷാ വീഴ്ചനെ കുറിച്ച് പറയാൻ പറ്റുമോന്ന്? വലിയ വലിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡൽഹിയിൽ ചോദിക്കും. ഞാനിപ്പോ ഒരു കോർപ്പറേഷന്റെ ചെറിയൊരു ഇലക്ഷന്റെ കാര്യങ്ങളാണ്. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. അങ്ങനെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മുന്നണികൾ കടന്നു കഴിഞ്ഞു. ചോദിക്കാത്ത ചോദ്യങ്ങൾക്ക് പല ഉത്തരം നൽകിയും ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒന്നും മിണ്ടാതെയും അവരിങ്ങനെ പല അടവും പുറത്തെടുക്കാണ്. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ എത്ര അടവുകൾ എങ്ങനെയൊക്കെ അവർ പുറത്തെടുക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.